Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. നമുക്ക് ഈ വേവ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ വേവ് പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ സ്റ്റേറ്റ് ഈ ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നു. ഈ ഫിഗർ അനലൈസ് ചെയ്യൂ. ക്വസ്റ്റ്യൻ എ, ഈ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? ക്വസ്റ്റ്യൻ ബി, ഒയിൽ നിന്നും എയിലേക്ക് ട്രാവൽ ചെയ്യാൻ 3 സെക്കൻഡ്സ് എടുത്താൽ വേവിന്റെ ഫ്രീക്വൻസി ഫൈൻഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ സി, ഈ വേവിന്റെ പീരീഡ് ഫൈൻഡ് ചെയ്യുക. ഇനി നമുക്ക് ഇതിന്റെ ആൻസേഴ്സ് നോക്കാം. ആംപ്ലിറ്റ്യൂഡ് എ ഈക്വൽസ് 0.2 മീറ്റർ. ഡയഗ്രാമിൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് 0.2 ആണെന്ന് കാണാം. ഫ്രീക്വൻസി എന്നത് 1 സെക്കൻഡിലെ നമ്പർ ഓഫ് വൈബ്രേഷൻസ് ആണ്. Frequency F equals total vibrations divided by total time equals 3/3 equals 1 Hz. Ini period T equals 1/F equals 1/1 equals 1 second. Or നിങ്ങൾക്ക് പാർട്ട് ബി ആൻസർ ചെയ്യാം. എയിൽ നിന്നും ബിയിലേക്ക് 1 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ഒരു വേവ് ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നു. ക്വസ്റ്റ്യൻ എ, ഏത് ടൈപ്പ് വേവ് ആണ് ഫിഗറിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ബി, വേവ് ലെങ്തും ഫ്രീക്വൻസിയും റിലേറ്റ് ചെയ്ത് വേവിന്റെ സ്പീഡ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? ക്വസ്റ്റ്യൻ സി, ഈ വേവിന്റെ സ്പീഡ് എത്രയാണ്? ഇതൊരു ട്രാൻസ്വേഴ്സ് വേവ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. റിലേഷൻ ഇതാണ്. സ്പീഡ് v ഈക്വൽസ് f ഇൻറ്റു ലാംഡ. സ്പീഡ് എന്നത് 1 സെക്കൻഡിൽ വേവ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ സ്പീഡ് v ഈക്വൽസ് 2 Hz ഇൻറ്റു 40 മീറ്റർ ഈക്വൽസ് 80 മീറ്റർ പെർ സെക്കൻഡ്. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.